ധ്യാനം ചിന്തയുടെ കരകൾ കടന്ന് ആത്മസന്നിധിയിലേക്കുള്ള പുണ്യയാത്രയാണ്. അതെ, ധ്യാനം ചിന്തയുടെ കരകൾ കടന്ന് ആത്മസന്നിധിയിലേക്കുള്ള ഒരു പുണ്യയാത്രയാണ്. പ്രിയ ആത്മീയ സുഹൃത്തുക്കളെ, സ്നേഹവും നമസ്കാരവും. ജീവിതം ചിലപ്പോൾ ഒരു ശബ്ദം പോലെ തോന്നുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന നഗരത്തിൻ്റെ താളം പോലെ, മനസ്സിൻ്റെ വഴികളിലൂടെ ഒഴുകുന്ന തിരമാലകളെപ്പോലെ. പുറത്തെ ലോകം നമ്മോട് പറയുന്നു, കൂടുതൽ നേടൂ, കൂടുതൽ ആസ്വദിക്കൂ, കൂടുതൽ 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 നിറവേറ്റൂ. അതെ, ലോകം നമുക്ക് ആനന്ദം നൽകുന്നു. ചെറുതായ സന്തോഷങ്ങൾ പടക്കത്തിൻ്റെ വെളിച്ചം പോലെ കണ്ണ് ചിമ്മുമ്പോൾ അപ്രത്യക്ഷമാകുന്ന നിമിഷാനുഭവങ്ങൾ. പക്ഷേ ആത്മീയ പരമ്പര നമ്മോട് പറയുന്നു, ആത്മസാക്ഷാത്കാരം പരമാനന്ദം നൽകുന്നു. ഉള്ളിലെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ലഭിക്കുന്നത് പുറത്തുള്ള സന്തോഷമല്ല, അകത്തേക്കൊഴുകുന്ന നിത്യസന്തോഷമാണ്. ഉപനിഷത്ത് ചൊല്ലുന്നു, യോ വൈ ഭൂമ തത്സുഖം, വിശാലതയിലാണ് സുഖം. ഹ്രസ്വമായ ചുരുക്കത്തിലല്ല, മനസ്സിൻ്റെ ആവർത്തിക്കുന്ന തിരകളിലല്ല ആനന്ദം. അതിനെ അതിജീവിച്ച് നിശ്ചലതയിൽ മുങ്ങുമ്പോഴാണ്. ശ്രീ ശങ്കരാചാര്യർ പറയുന്നു, ചിന്തകൾ ഒഴുകട്ടെ, നീ ചിന്തകളല്ല, നീ അവയെ കാണുന്ന സാക്ഷിയാണ്. നമ്മെ തൊടാതെ കിടക്കുന്ന, നിശബ്ദമായി തെളിഞ്ഞു നിൽക്കുന്ന സാക്ഷി, അതാണ് യഥാർത്ഥ ഞാൻ. ഭഗവത്ഗീത പറയുന്നു, ശാന്തമായ മനസ്സിൽ ദൈവം സ്വയം പ്രത്യക്ഷമാവുന്നു. ധ്യാനം അതിലേക്ക് നടത്തുന്ന മൃദുവായ യാത്രയാണ്. ധ്യാനം ചിന്തകളെ നിർത്തലല്ല, അവയെ അനുഗ്രഹത്തോടെ വിട്ടയക്കാനുള്ള ഒരു കലയാണ്. ചിന്തകൾ വരും, ഓർമ്മകൾ വരും, ആശങ്കകൾ വാതിൽ തട്ടും. അതൊന്നും നിരസിക്കേണ്ടതല്ല. അതെല്ലാം സ്നേഹത്തോടെ കടന്നു പോകാൻ അനുവദിച്ചാൽ മതി. പിന്നെ അത്ഭുതം സംഭവിക്കുന്നു. മനസ്സിൻ്റെ കലഹം മങ്ങിത്തുടങ്ങുന്നു, ശബ്ദം മൃദുവാകുന്നു. തിരമാലയ്ക്ക് ശേഷം സമുദ്രം ശാന്തമാകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിശബ്ദം വിരിയുന്നു. അപ്പോൾ നാം തിരിച്ചറിയുന്നു, നാം ചിന്തകളുടെ അടിമയല്ല, നാം ആകാശം പോലെ വിശാലമായ ഒരു സാന്നിധ്യമാണ്, ഒരു സന്നിധിയാണെന്ന്. അതേ നിമിഷമാണ് ആനന്ദം പരമാനന്ദമായി രൂപാന്തരപ്പെടുന്നത്. ചെറിയ സന്തോഷങ്ങൾ വലിയ ആനന്ദത്തിലേക്ക് ഉയരുന്നു. ബാഹ്യ നിറവുകൾ മങ്ങി ഒഴുകുമ്പോൾ ഉള്ളിലെ പ്രകാശം തെളിയുന്നു. ധ്യാനത്തിൻ്റെ ആ നിശബ്ദത്തിൽ വ്യക്തി അലിഞ്ഞു പോകുന്നു. ഞാൻ എന്ന പരിമിതി ലയിക്കുന്നു. ശേഷിക്കുന്നത് നിത്യവും അതുല്യവും ദൈവീകവുമായ ഒരു ശാന്തി. അതുകൊണ്ട് എൻ്റെ പ്രിയ PMC സുഹൃത്തുക്കളെ, ആത്മീയ സുഹൃത്തുക്കളെ, ആത്മസൗഹൃദങ്ങളെ, ആത്മസഹോദരങ്ങളെ, ശാന്തമായിരിക്കൂ. ശ്വാസത്തെ ശ്രവണം ചെയ്യൂ, കേൾക്കൂ. ജീവനെ ആദരിക്കൂ, നിരീക്ഷിക്കൂ. ശ്വാസത്തെ ആസ്വദിക്കൂ. ഉള്ളിലെടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് അയക്കുന്ന ശ്വാസവും, ഓരോ ശ്വാസവും നമ്മുടെ ഗുരുവാണ്. ഓരോ ശ്വാസവും, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്നു. വീണ്ടും ആ ശ്വാസം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ തുടരുന്നു. അപ്പോൾ ഈ ജീവിതം രണ്ട് ശ്വാസങ്ങൾക്ക് ഇടയിലാണ്.
ലോകം നമുക്ക് ആനന്ദം നൽകട്ടെ. ലോകം തരുന്ന നമ്മുടെ സമുദായത്താലും നമ്മുടെ സംസ്കാരത്താലും അംഗീകരിക്കപ്പെട്ട ആനന്ദം, ലോകം തരുന്ന ആനന്ദം നമുക്ക് സ്വീകരിക്കാം. അത് നൽകട്ടെ. നല്ല ആഹാരം കഴിക്കുന്നതും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും കുടുംബപരമായി സന്തോഷമായി ജീവിക്കുന്നതും കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, മാനസികമായും ശാരീരികമായും കിട്ടുന്ന സന്തോഷങ്ങൾ എല്ലാം നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമില്ലാത്ത എല്ലാ ആനന്ദങ്ങളും, ദൈവഹിതമായ എല്ലാ ആനന്ദങ്ങളും നമുക്ക് ഈ ലോകം നൽകട്ടെ. നമുക്കത് സ്വീകരിക്കാം. പക്ഷെ ധ്യാനം നമ്മെ നയിക്കട്ടെ. പരമാനന്ദം എന്ന അനന്തമായ ആ ആത്മാനന്ദത്തിലേക്ക് ധ്യാനം നമ്മെ നയിക്കട്ടെ. പരമാനന്ദം എന്ന അനന്തമായ ആത്മാനന്ദത്തിലേക്ക് ധ്യാനം നമ്മെ നയിക്കട്ടെ. ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.